ആളും ആരവങ്ങളും ഒഴിഞ്ഞു നിന്നു. FC ഗോവ സൂപ്പർ കപ്പിൽ ചാമ്പ്യന്മാരായി. പക്ഷേ ആദ്യ റൗണ്ടിൽ തന്നെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച കോൾഡോ ഒബിയാറ്റ എന്ന താരമാണ് സൂപ്പർ കപ്പിലെ ടോപ്പ് സ്കോറർ. ആദ്യ റൗണ്ടിൽ തന്നെ 2 മത്സരങ്ങളിൽ നിന്നും 3 ഗോൾ നേടാൻ നമ്മളുടെ കോൾഡോ ഒബിയാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രകടന പരതയുടെ മികവിൽ അദ്ദേഹം തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിൽ ടോപ്പ് സ്കോറർ. പക്ഷേ ഇൻഡിവിജ്വൽ അവാർഡും കാര്യങ്ങളും ഒന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സൂപ്പർ കപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവിന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ താരം ടോപ്പ് സ്കോററായിട്ടും ഗോൾഡൻ ബൂട്ടിന്റെ അവാർഡ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെയാണ് ഗോൾഡൻ ബൂട്ടിന് അർഹതയുള്ളവൻ. പക്ഷേ കാലം തെറ്റി ബ്ലാസ്റ്റേഴ്സിൽ അവതരിച്ച ഇതിഹാസമാകും കോൾഡോ ഒബിയാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. മത്സരത്തിന് ഇറങ്ങിയ നിമിഷം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന പ്രകടനം തന്നെയായിരുന്നു ഒബിയാറ്റയുടെ ബൂട്ടുകളിൽ നിന്നും ഉണ്ടായത്. കിട്ടുന്ന അർദ്ധാവസരങ്ങൾ പോലും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മൂർച്ച അദ്ദേഹത്തിന്റെ ബൂട്ടുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പ് പോലും ചോദ്യചിഹ്നത്തിലായിപ്പോയ ഒരു സീസണിലായിരുന്നു ഒബിയാറ്റ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബൂട്ട് കെട്ടാൻ വന്നുള്ളത് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം വന്ന സമയവും കാലവും മാറിപ്പോയി. ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലും അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന ഒരു സീസണിൽ വന്നതുകൊണ്ട് കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് തന്നെ 2 മത്സരങ്ങളിൽ സ്കോർ ചെയ്ത് ടൂർണമെൻറ്റുകളിൽ ടോപ്പ് സ്കോറർ ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ പുറത്തായ ടീമിൽ നിന്ന് തന്നെയാണ് ടോപ്പ് സ്കോറർ വരിക എന്നുള്ളത് കൗതുകമുണർത്തുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ഒരു സീസണിൽ ആശ്വസിക്കാനുള്ള ആദ്യ വക കോൾഡോ ഒബിയാറ്റ സൂപ്പർ കപ്പിൽ ടോപ്പ് സ്കോററാണ് എന്നുള്ളതാണ്.